അപ്പോൾ നമ്മൾ വിത്ത് പാവി മുളപ്പിച്ച കുറച്ച് തൈകൾ മാറ്റി നടാനായിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അതിനുള്ള പോട്ടി മിക്സ്, പോട്ടിൻ്റെ സൈസ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പോട്ടി മിക്സായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചുവന്ന മണ്ണും എം സാൻഡും കൂടിയിട്ടുള്ള മിശ്രിതം, അതായത് ഈക്വൽ എമൗണ്ടിൽ ഒരു ചട്ടി ചുവന്ന മണ്ണിലേക്ക് ഒരു ചട്ടി എം സാൻഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സും, പിന്നെ അത്ര തന്നെ ചകിരി കമ്പോസ്റ്റ്, അതായത് സീപോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊയർ ബോർഡിൻ്റെ ചകിരി കമ്പോസ്റ്റ് വാങ്ങാൻ കിട്ടുന്നത് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം എം സാൻഡും ഗാർഡൻ സോയിലും കൂടി എടുക്കുമ്പോൾ ഒരു പാത്രം സീപോം, അതായത് ചകിരി കമ്പോസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈക്വൽ എമൗണ്ടിലാണ് അത് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതാണ് ഞാൻ പോട്ടി മിക്സായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ കുറച്ച് മെരിഗോൾഡിൻ്റെ, ഫ്രഞ്ച് മെരിഗോൾഡിൻ്റെ തൈകളുണ്ട്, പിന്നെ കോസ്മോസ്, അതായത് നമ്മുടെ മാങ്ങനാറി എന്ന് പറയുന്നതിൻ്റെ പല കളറിൻ്റെ സീഡ്സ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ട് തൈകളുടെ വലിപ്പം. അപ്പോൾ അത് മാറ്റി നടേണ്ട സമയം കഴിഞ്ഞു, എന്നാലും ക്രിസ്മസും പെരുന്നാളൊക്കെ കാരണം കൊണ്ട് കുറച്ച് ലേറ്റായതാണ്. അപ്പോൾ അത് എല്ലാതും മാറ്റി നടാമെന്നാണ് ഇന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൂച്ചെടികളായിക്കോട്ടെ പച്ചക്കറി ചെടികളായിക്കോട്ടെ നമ്മൾ നടുമ്പോൾ ആ പോട്ടി മിക്സിൽ ഓക്സിജനേഷൻ നിൽക്കുന്ന പോലെയുള്ള ഒരു പോട്ടി മിക്സ് ആണെങ്കിൽ മാത്രമാണ് വേരുകൾ നല്ല രീതിക്ക് വളരുള്ളൂ. ഒരു ചെടിയുടെ വേരുകൾ നന്നായിട്ട് വളർന്നിട്ടില്ലെങ്കിൽ ചെടിയുടെ ആരോഗ്യം വല്ലാതെ ശോഷിച്ചു പോകും. അപ്പോൾ നല്ല രീതിക്ക് വേര് പടരാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ പോട്ടി മിക്സിലുണ്ടെന്നുണ്ടെങ്കിൽ ചെടിയും നല്ല കരുത്തായിട്ട് വളർന്നു വരും. അപ്പോൾ പോട്ടി മിക്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ആണിയും ചാലും കീറിയിട്ട് നനയ്ക്കുക എന്ന് പറയുന്നൊരു സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പറമ്പിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയൊക്കെ നനയ്ക്കുകയും അതുപോലെ പണ്ടത്തെ പല സംഗതികളും നമുക്ക് ഇന്നില്ലാതെയായിപ്പോയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ അഭാവം മൂലം മണ്ണ് ഓക്സിജനേഷൻ വളരെ കുറഞ്ഞു വരുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പോട്ടി മിക്സിൽ മണ്ണ് മാത്രമാവുമ്പോൾ വേര് നല്ല രീതിക്ക് ഓടാത്തതും. നമ്മൾ ഈ എം സാൻഡും ചകിരി കമ്പോസ്റ്റും അങ്ങനത്തെ ഓരോന്നുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരണേ. മറ്റേത് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ആണി കോരിയിട്ട് നമ്മൾ നനയ്ക്കണ കാലത്ത് ആണിയുടെ സൈഡിലുള്ള പുല്ലും ചവറും ഒക്കെ ആ പറമ്പിൽ തന്നെ കിടന്ന് അത് വീണ്ടും മണ്ണിനോട് ചേർന്ന് മണ്ണിനെ ഫലഭൂയിഷ്ഠമുള്ളതാക്കിയിട്ട് മാറ്റിയിരുന്നു. ഇപ്പം നമ്മൾ ഓസ് വെച്ചിട്ടും അതുപോലെയുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടും നനയ്ക്കുമ്പോൾ നേരിട്ട് തെങ്ങിൻ്റെ കടയ്ക്ക് മാത്രമാണ് വെള്ളം കിട്ടണം, ബാക്കി സ്ഥലം മുഴുവൻ ഡ്രൈ ആയി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഓക്സിജനേഷൻ അത്രയും കുറയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ മണ്ണ് മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് കാര്യമായിട്ടുള്ള വേരോട്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം 2 പോട്ടിലേക്കുള്ളത് മാത്രമാണ് ഇങ്ങനെ കുറച്ച് പാത്രത്തിലെടുത്ത് സെറ്റ് ചെയ്യണത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കൂടുതൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിട്ടിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ തൈകളും കൂടിയിട്ട് മാറ്റി നട്ടിട്ടുള്ളത്. ഒരു 10-20 തൈ നമ്മൾ മാറ്റി ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് ഇനിയുള്ള വീഡിയോസിൽ നമുക്കതൊക്കെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ചെടികൾ നടുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വലിയൊരു പാത്രത്തിലേക്ക് ഒരു പോട്ടിലേക്ക് നടാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ആദ്യം ഞാനിത് സീഡ്ലിംഗ് ട്രേകളിലാണ് നട്ടിരുന്നത്. അതിപ്പോൾ കഷ്ടി ഒരു മാസത്തെ വളർച്ചയായതിന് ശേഷമാണ് ഇത് 8 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇനി ഇതിൽ നിന്ന് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. പക്ഷേ നമ്മൾ മാറ്റണമെങ്കിൽ പറഞ്ഞോണം, ആദ്യം സീഡ്ലിംഗ് ട്രയൽ നട്ട് അവിടെ നിന്നൊരു 6 ഇഞ്ചിൻ്റെയോ 8 ഇഞ്ചിൻ്റെയോ ട്രയലിലേക്ക് നട്ട് പിന്നെ അവിടെ നിന്ന് അത് 15-ൻ്റെയോ 20-ൻ്റെയോ പോട്ടിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അല്ലാതെ സീഡ്ലിംഗ് ട്രേന്ന് നേരിട്ട് നമ്മൾ 20 ഇഞ്ചിൻ്റെയോ 22 ഇഞ്ചിൻ്റെയോ പോട്ടിലേക്ക് നമ്മൾ നേരിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ചെടികളുടെ വളർച്ച കുറയാണ് ചെയ്യുക. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാറ്റി നടന്ന ചെടികൾക്കാണ് കൂടുതൽ വളർച്ച കാണാനായിട്ട് സാധിക്കുക. അതുപോലെ ചെടികൾ നന്നായിട്ട് പോട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെടി മൊത്തത്തിൽ നനയണ പോലെ ചെടിയും പോട്ടി മിക്സും എല്ലാം മൊത്തത്തിൽ നനഞ്ഞ് കുതിരുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലുള്ള രീതിയിൽ നമ്മൾ വെള്ളം നന്നായിട്ട് ആദ്യത്തെ നനച്ചു കൊടുക്കണം.
പിന്നീടുള്ള നനകൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് കമ്പോസ്റ്റ് ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിന് കൂടുതലും ഇനി ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പോട്ടൊരു 3/4 ഭാഗത്തോളം തന്നെ ഞാൻ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് ജൈവ വളങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തതൊന്നും ഞാൻ അധികം ചേർക്കാനായിട്ട് ഉദ്ദേശിക്കണില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ വളർത്താനുള്ളതെന്നുള്ളത് ആശ്രയിച്ചിട്ട് വേണം നമ്മളതിൻ്റെ പോട്ടി മിക്സും നിറയ്ക്കേണ്ടതും ചെടി എന്തോരം വലിപ്പം വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാനായിട്ട്. കൊടുക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അതിനെ അബ്സോർബ് ചെയ്ത് പിടിച്ച് നിർത്താനായിട്ട് പറ്റണം. അതായത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അതേ മൂവ്മെൻറ്റിൽ തന്നെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതവിടെ കുറച്ച് ദിവസം തങ്ങി നിന്നാലാണ് അത് അബ്സോർബ് ചെയ്ത് അത് വലിച്ചെടുത്ത് ചെടിക്ക് വളരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മണൽ മാത്രം അല്ലെങ്കിൽ മണ്ണ് മാത്രം ഒക്കെ ആവുമ്പോൾ അതിലേക്ക് വേറെ കണ്ടൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചി ഇഫക്റ്റ് അതിലേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സൊക്കെ അതേപടി അതിൻ്റെ വെള്ളം പോകുന്ന ഓട്ടയെ കൂടെ അത് പോകുള്ളൂ. അപ്പോൾ അതൊന്ന് അബ്സോർബ് ചെയ്ത് മണ്ണിൽ അല്ലെങ്കിൽ പോട്ടി മിക്സിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പോസ്റ്റുകൾ ഏതെങ്കിലുമൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് എന്തോരം വളങ്ങൾ അബ്സോർബ് ചെയ്യണം എന്നുള്ളതിനെ ആശ്രയിച്ച് ആ പോട്ടി മിക്സിൽ അതിൻ്റെ ഒരു സ്പോഞ്ചി എഫക്റ്റ് കൂട്ടി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ചെടികൾക്ക് ആരോഗ്യത്തോടു കൂടി വളരാനായിട്ട് സാധിക്കുള്ളൂ. നല്ല പോട്ടി മിക്സൊക്കെ കൊടുത്ത് നന്നാക്കി നട്ട് കഴിഞ്ഞാൽ ചെടികളുടെ ഇതിലത്തെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു എന്ന് പറയാം. അല്ലെങ്കിൽ പകുതി പണി നമുക്ക് കഴിഞ്ഞു. ഇനി അവർക്ക് വലുതാവണതിനനുസരിച്ച് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് കുറേശ്ശെ വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങണം. അപ്പോൾ അതിനുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇപ്പോൾ തന്നെ ശരിയാക്കി തുടങ്ങണം. അങ്ങനെ നമ്മുടെ ഒരുവിധം ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതുമ്മ ഓരോ പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ചാനലിൽ ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 5 പ്ലാന്റ് 160 രൂപയ്ക്ക്, കൊറിയർ ചാർജ് ഉൾപ്പെടെ 160 രൂപയ്ക്കും, അതുപോലെ 10 പ്ലാന്റ് 260 രൂപ, അല്ലെങ്കിൽ അതിൻ്റെ 1 കിലോൻ്റെ മുകളിൽ വരികയാണെങ്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ കൊറിയർ ചാർജിൽ. ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നുള്ളതിൻ്റെ ലോങ് വീഡിയോ അധികം താമസിയാണ്ട് തന്നെ നമ്മുടെ ചാനലിൽ വരും. ഷോർട്ട് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായവർ അല്ലെങ്കിൽ കാണണം എന്ന് ആഗ്രഹമുള്ള വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.